പാർട്ടിക്ക് നേരെ ഒളിയമ്പെയ്ത് CPM നേതാവ് PP ദിവ്യ. ഒപ്പം നടന്നവർ തന്നെയാണ് കല്ലെറിഞ്ഞതെന്നും വേട്ടയാടപ്പെട്ട നിരപരാധിയാണ് താനെന്നും സൂചിപ്പിച്ചുകൊണ്ടാണ് ADMന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട PP ദിവ്യ യൂട്യൂബിൽ വീഡിയോ ഇട്ടത്. ഈസ്റ്റർ ദിനാശംസകളും ദിവ്യ പങ്കുവച്ചു. സ്വാർത്ഥരായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിനെ കുരിശുമരണം വിധിക്കപ്പെട്ടത്. വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ. നെറികേട് കണ്ടാൽ ചാട്ടവാറെടുത്ത നീതിമാനായിരുന്നു അദ്ദേഹം. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി. എന്നിട്ടും മതമേലധ്യക്ഷന്മാരും ഭരണകൂടവും അവനെതിരായി നിന്നു. തെറ്റായ ആരോപണമുന്നയിച്ച് ക്രൂശിച്ചു കൊന്നു. ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തത്. ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത്. എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. എങ്കിലും നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാതാളത്തിലാണെങ്കിലും. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് CPMൽ നിന്നും അല്ലാതെയും നിരവധി വിമർശനങ്ങൾ PP ദിവ്യ നേരിട്ടിരുന്നു. ഇതിനെല്ലാം മറുപടി എന്നോണമാണ് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ PP ദിവ്യ ഒളിയമ്പെയ്തത്. ഒറ്റനോട്ടത്തിൽ പരോക്ഷമായി തോന്നുമെങ്കിലും പരസ്യമായി തന്നെയാണ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തത്. ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത് എന്നും ദിവ്യ പറയുന്നു. തന്നെ കൂടെ നടന്നവർ തന്നെ ചതിച്ചു എന്ന പരോക്ഷ പ്രതികരണമാണ് ദിവ്യ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചതെന്നാണ് വിലയിരുത്തൽ. കൂടാതെ നമുക്കൊരു പതനമുണ്ടാകുമ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടാകുമെന്ന തിരിച്ചറിവും നമുക്കൊരു പാഠമാണ് എന്നും ദിവ്യ വ്യക്തമാക്കുന്നു. ADMന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവാദ സമയത്ത് പാർട്ടി ഒപ്പം നിന്നില്ലെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഇരയുടെ വേദന തിരിച്ചറിയാത്തിടത്തോളം കാലം സമൂഹത്തിന്റെ മനസ്സ് എന്നും വേട്ടക്കാരൻ്റേത് തന്നെയാണെന്നും ദിവ്യ പറയുന്നുണ്ട്. എന്നാൽ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ PP ദിവ്യയെ മാത്രമാണ് പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത് എന്ന വസ്തുത അതേപടി നിലനിൽക്കുന്നുണ്ട്. ജനം, കണ്ണൂർ.